എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ, യുവജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നമ്മളേവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ രാജ്യത്തിനെ ലോകരാജ്യങ്ങൾക്കിടയിൽ അപകീർത്തിപ്പെടുത്തും വിധത്തിലുള്ള ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നയങ്ങളെയും നിലപാടുകളെയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമര പരിപാടികൾ 40 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അവിടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും യുവജനങ്ങളും ഒക്കെ അവരുന്നയിക്കുന്ന ആവശ്യങ്ങളെ യാതൊരു നിലക്കും പരിഗണിക്കാതെ കായികമായി അവരെ നേരിട്ടുകൊണ്ട് അവരെ തല്ലിച്ചതച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഡൽഹിയിലെ സമരത്തെ ഈ നാട്ടിൽ നിന്നും നമ്മൾ പിന്തുണക്കണമെന്ന് പറയുന്നത്? ഈ രാജ്യത്ത് 22 ലക്ഷത്തോളം ജനങ്ങളാണ്, 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി മാസങ്ങളും വർഷങ്ങളും ഒക്കെ മാറ്റിവെച്ച് ആ വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മുൻപിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഈ രാജ്യത്ത് അത്തരത്തിലുള്ള പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏജൻസികൾ വിദ്യാർത്ഥികളുടെ അധ്വാനത്തെയും അവരുടെ സാമ്പത്തികത്തിനെയും ഒക്കെ വിലവെക്കാത്ത രൂപത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ ചില ആളുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഈ രാജ്യത്തെ സമ്പ്രദായങ്ങൾ നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ അവിടെ സമരമുന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തുള്ള എൻട്രൻസ് പരീക്ഷ എഴുതുന്ന 22 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ, CBSE പരീക്ഷകൾ എഴുതുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, NTA എന്ന് പറയുന്ന ഏജൻസി സംഘടിപ്പിക്കുന്ന മറ്റൊരുപാട് പരീക്ഷകൾ. എന്നാൽ ഈ പരീക്ഷകളിലെല്ലാം വെള്ളം ചേർത്തുകൊണ്ട് തുടരെ കഴിഞ്ഞ 10 വർഷത്തിനിടക്ക്, കഴിഞ്ഞ 10-13 വർഷത്തിനിടക്ക് 100-ലധികം തവണയാണ് അവർ നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർന്നിട്ടുള്ളതും പരീക്ഷാ പരീക്ഷ തന്നെ റദ്ദാക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ, ഈ രാജ്യത്തിന്റെ ഭാവി പ്രതീക്ഷകളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ, യുവജനങ്ങളുടെ ആവശ്യങ്ങളെ തകർത്തുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് നിഷ്കരുണം മുന്നോട്ടു പോകുന്ന ഈ രാജ്യത്തെ സർക്കാരിന്റെ നിഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഒരു വിദ്യാർത്ഥി ശരാശരി 75,000 രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെ മുടക്കിയാണ് എൻട്രൻസ് കോച്ചിങ്ങുകൾക്ക് വേണ്ടിയിട്ട് ചേരുന്നത്. രാജ്യത്തുള്ള എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളുടെ ടേൺ ഓവറുകൾ വർഷത്തിൽ നമ്മൾ പരിശോധിച്ചാൽ 1 ലക്ഷം കോടി രൂപ വരെ വരുന്ന അത്ര വലിയ ഒരു മേഖലയാണ് ഈ മേഖല എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ചില പരീക്ഷകളോട് കൂടിയിട്ട് ഭരണകൂടത്തിലുള്ള, വിദ്യാഭ്യാസ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ വിശ്വാസം തകർക്കപ്പെടുകയാണ്. ഈ രാജ്യത്തുള്ള ഭരണകൂടം അത് വിറ്റ് കാശാക്കി. ആരാണ് അതിന് ഉത്തരവാദികൾ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100-ലധികം പരീക്ഷകൾ റദ്ദാക്കേണ്ടി വന്ന സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്? പുതിയ തലമുറയുടെ പ്രതീക്ഷകൾ സംഘപരിവാരത്തിന്റെ അജണ്ടകളിൽ തകർന്നടിയുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ നിന്നും വിദ്യാർത്ഥികളായ, യുവജനങ്ങളായിട്ടുള്ള നമ്മൾ ഒരിക്കലും നിശബ്ദരായിക്കൂടാ എന്നുള്ളതാണ് ഈ പ്രഖ്യാപനങ്ങൾ, ഈ ഐക്യദാർഢ്യ പ്രോഗ്രാമുകൾ, ഈ റാലികളൊക്കെ വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യം ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലക്ക് വിയോജിപ്പുകൾക്ക് കൂടി ഇടമുള്ള രാജ്യമാണല്ലോ. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ സുതാര്യമല്ലാത്തത് കൊണ്ടും ഇവിടെയുള്ള തൊഴിലവസരങ്ങൾ വളരെ കുറവായതുകൊണ്ടും ഇവിടെയുള്ള അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വളരെ കൂടിയതുകൊണ്ടും ഈ രാജ്യത്തിന്റെ ഭാവിയിൽ ആശങ്ക ഉള്ളത് കൊണ്ടാണ് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഒക്കെ സമരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ആ ജനാധിപത്യപരമായ രൂപത്തിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചാലും, ലാത്തി കൊണ്ടടിച്ചു പരിക്കേൽപ്പിച്ചാലും, കണ്ണീർ വാതകങ്ങളും ഗ്രനേഡുകളും ഒക്കെ പ്രയോഗിച്ച് അവരെ വിരട്ടിയാലും, പ്രതിഷേധ ടെന്റുകൾ പൊളിച്ചു മാറ്റിയാലും രാജ്യത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഒക്കെ പിറകോട്ട് പോകുമെന്ന് കേന്ദ്ര സർക്കാർ വിചാരിക്കണ്ട. വിദ്യാർത്ഥി സമരങ്ങളെ
കായികമായി നേരിട്ട് പോലീസുകാരെ കൊണ്ടും കുറുവടി എന്തിയിട്ടുള്ള സംഘപരിവാരത്തിന്റെ ഗുണ്ടകളെ കൊണ്ടുമൊക്കെ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഒക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഈ രാജ്യത്തെ യുവത അവർ വെറുതെ ഇരിക്കുകയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങ് ഈജിപ്തിലും ടുണീഷ്യയിലും നമ്മുടെ സമീപ രാജ്യങ്ങളായ ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ യുവതയെ മാനിക്കാത്ത, യുവതയുടെ ആവശ്യങ്ങൾ മുഖവിലക്കെടുക്കാത്ത ഭരണകൂടങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കേന്ദ്ര ഭരണകൂടമേ നിങ്ങൾക്ക് പരിശോധിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായിട്ടുള്ള ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ISM-ഉം വിദ്യാർത്ഥി ഘടകമായിട്ടുള്ള മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് MSM-ഉം സംയുക്തമായി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ പരിപാടി അതിന്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ISM-ന്റെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അൻവർ സാദത്ത് അവറുകളാണ്. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ IP അബ്ദുസലാം, MSM സംസ്ഥാന പ്രസിഡന്റ് ജസിൻ നജീബ്, ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാസിൽ മുട്ടിൽ, MSM സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നജാദ് കൊടിയത്തൂർ എന്നിവരാണ്. ഏവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിഷേധ സമരങ്ങളിൽ കട്ടക്ക് കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.